യെസ്, നിങ്ങൾ തമ്നയിൽ കണ്ടതുപോലെ തന്നെ SSC GD പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ പെട്ടെന്ന് ചെയ്യും, പെട്ടെന്ന് പോകും. കൂടുതൽ സംസാരമൊന്നുമില്ല, നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രൈസ് ഓഫ് റൈസ് ഇൻക്രീസ് ബൈ 25%. വില കൂടുകയാണ്, അങ്ങനെയാണെങ്കിൽ കൺസംഷൻ എത്ര കുറയും എന്നാണ് ചോദിക്കുന്നത്. വില കൂടുകയാണ്, കൺസംഷൻ എത്ര കുറയും. പിന്നെന്താ പറയുന്നത്, എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ്, അതായത് നിങ്ങളുടെ കയ്യിൽ ചെലവ് കോൺസ്റ്റന്റ് ആണ്, ചെലവ് കൂടാൻ പാടില്ല. വില കൂടുമ്പോൾ നിങ്ങൾക്ക് സാധനങ്ങളുടെ അളവ് കുറയുമല്ലോ, അത് എത്ര കുറയുമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ആദ്യം നിങ്ങൾ എല്ലാവരും സ്ഥിരമായിട്ട് പഠിച്ചു വെച്ചൊരു മെത്തേഡ് പറഞ്ഞുതരാം, എന്നിട്ട് ഞാൻ ഷോർട്ട് കട്ടിലേക്ക് പോവാം. നിങ്ങൾ സ്ഥിരമായിട്ട് പഠിച്ച മെത്തേഡ് എന്താ? 25% പെർസെൻറ്റേജ് ടേബിളിൽ 25% ആരാ? 1/4 ആണ്. അപ്പോൾ പ്രൈസ് 1/4 കൂടി എന്ന് പറയാണ്. ഓക്കെ, അതിന്റെ അർത്ഥം എന്താ? പണ്ട് 4 ആയിരുന്നു, ഇപ്പൊ 1 കൂടി. അപ്പൊ പ്രൈസിലുള്ള ചേഞ്ച് എന്താ? പ്രൈസ് പണ്ട് 4 ആയിരുന്നു, ഇപ്പൊ 1 കൂടിയിട്ട് 5 ആയി. ഓക്കെ, എക്സ്പെൻഡിച്ചർ മാറാണ്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഓർത്തോണം, എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് കൺസംഷൻ കുറയുകയാണെങ്കിൽ തിരിച്ച് നമ്മളെ പ്രൈസ് കൂടുകയാണെങ്കിൽ കൺസംഷൻ എന്ത് ചെയ്യും? കുറയും അല്ലെ? വില കൂടിയാൽ സാധനങ്ങൾ കിട്ടുന്ന അളവ് കുറയുമല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ പ്രൈസ് 4-5 ആയി, അപ്പൊ കൺസംഷൻ എന്താവും? 5-4 ആവും. കിട്ടുന്ന സാധനങ്ങൾ അളവ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കുറയും. ഓക്കെ, അപ്പൊ ഇവിടെ കൺസംഷനിൽ എന്താ കുറവുണ്ടായത്? പണ്ട് 5 എണ്ണം കിട്ടിയിരുന്നു, ഇപ്പോ 4 എണ്ണേ കിട്ടുന്നുള്ളൂ, 1 കുറഞ്ഞു. 1/5. ഒന്നെങ്കിൽ 1/5 into 100 ചെയ്താൽ നിങ്ങൾക്ക് 20% കിട്ടും, അല്ലെങ്കിൽ 1/5 എന്ന് പറഞ്ഞാൽ 20% ആണ് എന്നുള്ളത് പെർസെൻറ്റേജ് ടേബിളിൽ നിന്ന് പഠിക്കുക. ഇതാണ് എല്ലാവരും പഠിച്ചു വെച്ചിട്ടുള്ള മെത്തേഡ്. എന്നാൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അതല്ല. ഇവിടെ 25% കൂടി എന്ന് പറയുമ്പോൾ 1/4 കൂടി എന്നാണ്. അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് കൺസംഷനിലെ ഡിക്രീസ് അല്ലേ, എത്ര കുറഞ്ഞു എന്നല്ലേ. നോക്കിയോ, ഇവിടെ ഡിനോമിനേറ്റർ 4 ആണല്ലോ, ഇവിടെ ന്യൂമറേറ്റർ 1 ആണല്ലോ. അപ്പൊ നിങ്ങൾ ആ ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എഴുതുക, 1. ന്യൂമറേറ്ററും കൂടെ കൂട്ടി എത്രയാ? 5. അപ്പോൾ 1/5 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. കണ്ടോ, നിങ്ങൾക്ക് 1/5 ആൻസർ കിട്ടിയില്ലേ? അത് എത്രയാ? അത് 20%. അത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? ഡിക്രീസ് ആയിരിക്കും എന്നുള്ളത് ഓർത്തോളുക. ഓക്കെ, അപ്പോൾ കൺസംഷൻ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ കൂടും, ഇവിടെ കുറയും. ഇവിടെ 1/4 കൂടിയ ഇവിടെ 1/5 കുറയും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു 3 സെക്കൻഡ് മെത്തേഡാണ്. റെഡി? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ പ്രൈസ് ഇൻക്രീസ്ഡ് ബൈ 14.28. 14.28 എന്ന് പറഞ്ഞാൽ 1/7 ആണെന്ന് നമുക്കറിയാലോ. അങ്ങനെയാണെങ്കിൽ കൺസംഷൻ എത്ര ഡിക്രീസ് ചെയ്യുന്ന ചോദിക്കുന്നു. എടാ, എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ പറഞ്ഞത്? ആദ്യം ആ ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എഴുതുക. ന്യൂമറേറ്റർ ആരാ? 1, അങ്ങനെ തന്നെ എഴുതി. ഡിനോമിനേറ്റർ ആരാ? 7 + 1 8. 1/8 കുറഞ്ഞു എന്ന് വരും. 1/8 ആരാ? 12.5%. അപ്പൊ നിങ്ങൾക്ക് പെർസെൻറ്റേജ് ടേബിളിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ 1/8 എന്ത് ചെയ്യേണ്ടി വരും? 1/8 into 100 കണ്ടുപിടിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഡയറക്റ്റ് കണ്ടുപിടിക്കാം. പെർസെൻറ്റേജ് ടേബിൾ പഠിക്കുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ, ഒന്നും എഴുതാനൊന്നുമില്ല, ഡയറക്റ്റ് ആൻസർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് വരികയാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടി, ഇത് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ചോദിക്കാം. ഇവിടെ നിങ്ങൾ വാല്യൂ മാറുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇവിടെ എന്താ പ്രത്യേകത? പ്രൈസ് ഓഫ് റൈസ് ഇൻക്രീസ്ഡ് ബൈ 40%. പ്രൈസ് 40% കൂടി. 40% ആരാ? 40% 2/5 അറിയില്ലെങ്കിൽ നിങ്ങൾ 40/100 ചെറുതാക്കി നോക്കുക. 40/100 ചെറുതാക്കി എത്ര കിട്ടും? 2/5 കിട്ടും. പഠിച്ചു വെച്ചോണം. 40/4 2/5 ആണ്, അല്ല 40% 2/5 ആണ്. ഇനി എന്താ പറയുന്നത്? കൺസംഷൻ ഡിക്രീസ് കണ്ടുപിടിക്കണം, എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണ്. ഞാൻ എന്താ പറഞ്ഞ? ഡിനോമിനേറ്റർ മാറ്റണം, പക്ഷെ ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എഴുതാം. ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എഴുതി 2. ഇവിടെ 2 എഴുതാം. 2. ഡിനോമിനേറ്ററോ 2 + 5 7 എഴുതി. 2/7 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 2/7 നിങ്ങൾ പഠിച്ചിരിക്കണം. 28% ആണ്. 28 പോയിന്റ് സംതിങ് എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പൊ 28 പോയിന്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് കാണാപ്പാടം പഠിച്ചാണോ? 1/7 എത്രയാണെന്ന് പഠിക്കണം? 14.28 ആണ്. 2/7 എത്രയാണെന്ന് പഠിച്ചോണം? 28.57 ആണ്. അപ്പൊ ഇങ്ങനെ പഠിച്ചു. അപ്പോൾ ഇവിടെ 57 വരും. ഓക്കെ, അപ്പോൾ 3/7 എത്രയാണെന്ന് പഠിച്ചോണം? പെർസെൻറ്റേജ് ടേബിൾ പഠിക്കുക. പെർസെൻറ്റേജ് ടേബിൾ പഠിച്ചാൽ എല്ലാം ഇതൊക്കെ 3 സെക്കൻഡ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ലെവലിലേക്ക് പോകാൻ നേരം. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് അത് നിങ്ങൾ അങ്ങനെ ചെയ്തോണം. എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആകുമ്പോൾ ഈ ഒരു മെത്തേഡിൽ 3 സെക്കൻഡിൽ സോൾവ് ചെയ്തോണം. അടുത്ത ക്വസ്റ്റ്യൻ, സാലറി ഓഫ് ആൻ എംപ്ലോയി വാസ് ഇൻക്രീസ്ഡ് ബൈ 75%. ഓക്കെ, ഒരു ജോലിക്കാരന്റെ സാലറി 75% കൂട്ടി ആദ്യത്തെ മാസത്തിൽ, അടുത്ത മാസം 75% കുറച്ചു. അങ്ങനെയാണെങ്കിൽ നെറ്റ് ചേഞ്ച് എത്രയാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക? ഇത് സക്സസീവ് ചേഞ്ച് ആണ്. ആദ്യം ഒരു സാധനം കൂടി, കുറച്ച് കഴിഞ്ഞ് പിന്നെയും കൂടി, അല്ലെങ്കിൽ ആദ്യം ഒരു സാധനം കൂടി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കുറഞ്ഞു. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ചുള്ള നെറ്റ് എഫക്ട് എന്താണെന്നാ ചോദിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇവിടെ രണ്ടും സെയിം അല്ലേ, കൂടിയതും കുറഞ്ഞതും ഒരേ വാല്യൂ അല്ലേ. അപ്പൊ അവിടെ ആൻസർ എന്തായിരിക്കും അറിയാമോ? ഇതാ, നിങ്ങൾക്ക് നെറ്റ് എഫക്റ്റോ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഒക്കെ ഉണ്ട്. x + y + xy/100 ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഇതിന്റെ സ്ക്വയർ എത്രയാ? 75ന്റെ സ്ക്വയർ എത്രയാ? 75 സ്ക്വയർ / 100.
ഓക്കെ, ഇതായിരിക്കും ആൻസർ. എന്ത് സംഭവിക്കും? നെറ്റ് ചേഞ്ച് അല്ലേ ചോദിച്ചത്, എപ്പോഴും എന്താ സംഭവിക്കുക? ഡിക്രീസ് ആയിരിക്കും കേട്ടോ, എപ്പോഴും ഡിക്രീസ് ആവും. ഒന്ന് ശ്രദ്ധിക്കണം, സാലറി ഒന്ന് കൂടി, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതേ ശതമാനം കുറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ടോട്ടലി ഡിക്രീസ് ഉണ്ടാവുക എത്രയാ? 75/100 ആയിരിക്കും. ഇവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്. 75 എങ്ങനെയാ 3 സെക്കൻഡിൽ കണ്ടുപിടിക്കുക നമ്മൾ? അതൊരു പ്രശ്നമല്ലേ? ഓക്കെ, അതൊരു പ്രശ്നമാണ്. അപ്പൊ അവിടെ നമ്മൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അത് തന്നെ ഏറ്റവും ഷോർട്ട് ആയിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഇത് 75 പകരം 10% വിചാരിച്ചോ, 10% കൂടി 10% കുറഞ്ഞു, എന്താ സംഭവിക്കടാ? 10% കൂടി 10% കുറഞ്ഞു. ടോട്ടൽ എഫക്ട് എന്തായിരിക്കും? ടോട്ടലി ഡിക്രീസ് ചെയ്യും. എത്ര ഡിക്രീസ് ചെയ്യും? 10/100 ഡിക്രീസ് ചെയ്യും. 10² എത്രയാ? 10² എന്ന് പറഞ്ഞാൽ 100 ആണ്. 100/100 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 1% ഡിക്രീസ്. കണ്ടോ, സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള നമ്പേഴ്സ് ഈസി ആയിട്ട് കിട്ടും. പക്ഷെ 75², അപ്പോഴാണ് 75ന്റെ സ്ക്വയർ ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലാസ് നമ്മളെ ചാനലിൽ എടുത്തിട്ടുണ്ട്. എടുത്തു പോയി കണ്ടോണം. ആർമി എക്സാംസ്, ദിശ ആർമി എക്സാംസ് എന്ന് പറഞ്ഞ ചാനലിൽ പെർസെന്റേജിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, പോയി നോക്കുക. ഇവിടെ 5ന്റെ സ്ക്വയർ നിങ്ങൾ എഴുതുക. 5ന്റെ സ്ക്വയർ എത്രയാ? 25. പിന്നെയോ 7 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരാ? അടുത്ത എണ്ണൽ സംഖ്യ 8 അല്ലേ? 7 × 8 എത്രയാ? 56. 56 25. ഓക്കെ, അപ്പൊ 56 25/100 കൂടെ ഉണ്ട്. 100 ചെയ്യുന്ന സമയത്ത് 56.25% എന്ന് കിട്ടും. കണ്ടോ എത്ര പെട്ടെന്നാണ് കിട്ടുന്നത്? അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് 5ൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ സ്ക്വയർ മാത്രമാണ്. വേറെ സ്ക്വയേഴ്സ് ഒക്കെ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ് നമ്മൾ ആർമി എക്സാം, ദിശ ആർമി എക്സാം ചാനൽ ഇട്ടിട്ടുണ്ട്, പോയി കണ്ടുനോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, എക്സാമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റുഡൻസ് എ ആൻഡ് ബി സെക്യൂർഡ് 32 and 37%. എയും ബിയും എക്സാം എഴുതി. എക്ക് 32% കിട്ടി, ബിക്ക് 37% കിട്ടി. ഇനിയോ എ തോറ്റുപോയി, 21 മാർക്കിന് തോറ്റുപോയി. ബി പാസ് ചെയ്തു, എത്ര മാർക്കിന്? 21 മാർക്കല്ല, ഒരു വ്യത്യാസമുണ്ട്. ക്വസ്റ്റ്യനിൽ ഒരു ചേഞ്ച് ഉണ്ട്. ഇവിടെ 22 മാർക്കാണ് കേട്ടോ. ഓക്കെ, 22 മാർക്കുണ്ട്. ബിക്ക് 13 മാർക്കുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചത്? ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. ഒരു എക്സാമിന്റെ ടോട്ടൽ മാർക്ക് എത്രയാ? 100% അല്ലേ? 100%. ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. 32 37 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 5%. ഓക്കെ, 5%. ഒരാൾ തോറ്റു, ഒരാൾ ജയിച്ചു. എത്ര മാർക്കിനാ തോറ്റത്? 22 മാർക്കിന് തോറ്റു. എത്ര മാർക്കിനാണ് ജയിച്ചത്? 13 മാർക്കിന് ജയിച്ചു. അത് രണ്ടും കൂടെ കൂട്ടുക. 22 13 എത്രയാ? 35. 5% 35 ആണ്. അങ്ങനെയാണ് 100% എത്രയാണെന്ന് ചോദ്യം. 5 എങ്ങനെയാണ് 35 ആക്കുക? 5 35 ആക്കുക. നിങ്ങൾ 7 കൊണ്ട് ഗുണിച്ചാൽ പോരെ. 7 5 35. അതേ 7 കൊണ്ട് ഇവിടെ 100നെ ഗുണിച്ചേ ഇതേ 700 എന്ന് കിട്ടും. ഇതായിരിക്കും നിങ്ങളെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ ഈ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഞാനിപ്പോൾ എഴുതിയതൊക്കെ എന്താണെന്നൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടാവണം. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് സമയം കിട്ടില്ല. കൺവെൻഷണൽ മെത്തേഡായിട്ട് പോകരുത് എക്സാമിന്, നിങ്ങൾക്ക് ഒരിക്കലും സമയം കിട്ടില്ല. ഇതൊന്നും ഭീകര സാധനങ്ങളൊന്നും അല്ല. പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ, പെട്ടെന്ന് കുറച്ചൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് വൃത്തിയായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ലൈവ് സെഷൻ വരുന്നുണ്ട്. ഓക്കെ, അതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് സെപ്റ്റംബർ 23 തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്കാണ്. യൂട്യൂബിലല്ല, നമ്മളെ ആപ്പിലാണ്. ദിശ അക്കാദമീൻ്റെ ദിശ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്ന ആപ്പിൽ നമുക്ക് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നിങ്ങളെ ഡൗട്ട് ക്ലിയർ ചെയ്തുകൊണ്ട് ലൈവ് സെഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് പങ്കെടുക്കുക. അതിന്റെ കൂടെ തന്നെ ഒരു അനൗൺസ്മെന്റും കൂടെ ഉണ്ട്. GD എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജനുവരി മാസത്തിൽ അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ നടക്കാൻ പോകുന്ന ആ എക്സാമിന് വേണ്ടിയിട്ട് 6 മാസത്തെ വാലിഡിറ്റിയോടുകൂടി 3000 രൂപയ്ക്ക് ഒരു കോഴ്സ്, പുതിയ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോകും. അങ്ങനെ നമുക്ക് ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്ത് വലിയ ക്വസ്റ്റ്യൻസിനെ സമയം കൊടുത്ത് തന്നെ സോൾവ് ചെയ്ത് നന്നായിട്ട് ഈ പ്രാവശ്യത്തെ എക്സാം എഴുതാൻ പറ്റണം. തീർച്ചയായിട്ടും ഇങ്ങനത്തെ സീരീസ് എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും കിടിലായിട്ട് പഠിക്കുക.